ഇസ്രായേൽ അമേരിക്ക തമ്മിലുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അൽ ജസീറ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് മനഃപൂർവ്വം, അതായത് ട്രംപിൻ്റെ ലക്ഷ്യം തന്നെ ഇറാനെ നിർബന്ധിതമായിട്ട് പങ്കെടുപ്പിക്കുക എന്ന സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരിക്കലും തന്നെ അമേരിക്കയുടെ ഒരു തരത്തിലും സഹകരിച്ചിട്ടില്ല. അത് ഈ കഴിഞ്ഞ യുദ്ധങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിലവിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാലും, കാരണം യുദ്ധക്കപ്പലുകൾ അമേരിക്ക അയച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ലക്ഷ്യം അവരുമായിട്ട് യുദ്ധം ചെയ്യുക എന്നല്ല. പക്ഷേ യുദ്ധത്തിലേക്ക് പോകാം. കാരണം ട്രംപ് കരുതിയിടത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിപ്പെടുന്നില്ല, ഇറാനെ കിട്ടുന്നില്ല. അതായത് അമേരിക്കയുടെ ആ ഒരു ഉദ്ദേശം എന്താണ്, അതിലേക്ക് ഒരിക്കലും ഇറാന് സഹകരിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഇറാൻ്റെ ഈ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും തകർക്കുക, അതുപോലെ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയിയെയും അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എടുത്ത് കളയുക, ഇതൊരു ലക്ഷ്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. മാത്രമല്ല, ഇവർക്ക് മിഡിൽ ഈസ്റ്റിൽ, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം ചെലുത്താമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കണം. പക്ഷെ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇറാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നും അമേരിക്ക മറ്റ് കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും അയച്ചിട്ടുണ്ട്. ഇതിൽ വിമാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഈ ചാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം സഹായകരമായിട്ടില്ലെങ്കിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള വിമാനങ്ങൾ അവർ അയച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ട്രംപ് ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ കാരണം ഇറാൻ്റെ കൈവശം ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് വെക്കാൻ പാടില്ല. മാത്രമല്ല, ഇറാൻ അമേരിക്കയുടെ ആ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അമേരിക്കയുടെ അടിമയായിട്ട് ഇങ്ങനെ നിന്നോളണം, ആ ഒരു രീതിയിലോട്ടാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മറ്റാളുകളൊക്കെ ഇറാനിലോട് ഇത്രയധികം വാശി പിടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത്രയധികം അവരെ ബുദ്ധിമുട്ടിക്കണോ, ഇതൊരു യുദ്ധത്തിലേക്ക് പോകില്ല. കാരണം സ്വാഭാവികമായിട്ടും അമേരിക്ക ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അറബ് രാജ്യങ്ങൾ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ ആക്രമിക്കാൻ കാരണം അവിടെയുള്ള അമേരിക്കൻ ബേസുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഒരുപക്ഷെ GCC കൺട്രീസും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള, അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ അങ്ങോട്ട് യൂറോപ്പുമായിട്ടും അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെയധികം വഷളാക്കുകയും ലോകം കാണാത്തൊരു തരത്തിലുള്ള വലിയൊരു പ്രശ്നത്തിൽ ഇത് പോവുകയും അത് കാരണമായിട്ട് പല ആ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ലോകത്ത് സാമ്പത്തിക മാധ്യമം വരെ വന്നേക്കാവുന്ന ഒരു സംഗതി. അപ്പോൾ നിലവിൽ നമുക്ക് ഡോളറിൻ്റെ വില ഇടിഞ്ഞതും സ്വർണ്ണത്തിൻ്റെ വില കൂടിയതൊക്കെ നിലവിൽ നമുക്കുള്ള സാക്ഷികളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഏതായാലും എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് വീക്ഷിച്ച് തന്നെ കണ്ടറിയാം.